സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കണം, അഡോബി ഇല്ലുസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയർ ഇത്രയധികം ജനശ്രദ്ധയാർജിക്കാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ മറ്റു ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ നിന്നും ഇവയ്ക്ക് എന്താണ് വ്യത്യാസം? ഉത്തരങ്ങളുമായി ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്, നിങ്ങളുടെ സ്വന്തം സുഹൃത്ത്. സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ ആദ്യം പറയുന്നത് പിക്സൽ എന്ന റാസ്റ്റർ ഇമേജിന് പകരം അഡോബി ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിക്കുന്നത് ലൈന്, കർവ്, ഷേപ്പ് എന്നിവ അടങ്ങിയ വെക്ടർ ഗ്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വ്യക്തതയും കൂടുതലാണ്. അതായത് ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ഒരു വെക്ടർ ഇമേജ് സൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കാം, അതിൻ്റെ വ്യക്തത കുറയുന്നില്ല. നമുക്കത് ഭംഗിയിൽ തന്നെ സൂം ചെയ്തും നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു റാസ്റ്റർ ഇമേജ് സൂം ചെയ്താൽ അതിൻ്റെ പിക്സലാവും നമുക്കിവിടെ കാണാം. ഇവിടെ റാസ്റ്റർ ഇമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിക്സലുകളെ പ്രത്യേകം സെലക്ട് ചെയ്യാനും കളർ മാറ്റാനൊക്കെ കഴിയുന്നതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാം. ഇവയിൽ ഒരു ഫയൽ സേവ് ചെയ്യുമ്പോൾ SVG, അതായത് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക് എന്ന എക്സ്റ്റൻഷനോട് കൂടിയാണ് ഫയൽ സേവ് ചെയ്യേണ്ടത്. ഇന്ന് ഇല്ലുസ്ട്രേറ്ററിൽ ഡിസൈൻ പഠിച്ചൊരു വ്യക്തിക്ക് ഇൻഫോഗ്രാഫിക്സ്, പോസ്റ്റർ ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ് ഇങ്ങനെ നിരവധി തൊഴിൽ സാധ്യതകൾ നിലവിലുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറും സൈഡിൽ കാണുന്ന ഉൾക്കാഴ്ച എന്ന ഫേസ്ബുക്ക് പേജും ഉപയോഗിക്കാം. നമുക്കിവിടെ ഇല്ലുസ്ട്രേറ്ററിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അത് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഡെവലപ്പർ അഡോബി സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഷോപ്പ്, ഫ്ലാഷ്, ആഫ്റ്റർ എഫക്റ്റ്, ഡ്രീംവീവർ തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനുകൾ അഡോബി സിസ്റ്റത്തിന് നിലവിലുണ്ട്. ഇല്ലുസ്ട്രേറ്ററിൻ്റെ ആദ്യ 12 വെർഷനുകൾ ക്ലാസിക്, മാക് OS, നെക്സ്റ്റ് തുടങ്ങിയവയായിരുന്നു പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. 96-ൽ പുറത്തിറങ്ങിയ 5.1 എന്ന വെർഷനുകൾ മുതലാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി. 2003-ൽ ഇറങ്ങിയ ക്രിയേറ്റീവ് സ്യൂട്ട് എന്ന CS വെർഷനുകളിലാണ് 3D എഫക്റ്റ്, സേവ് ഫോർ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് സ്റ്റൈൽ, മറ്റ് നിരവധി ഫീച്ചേഴ്സുകൾ വരാൻ തുടങ്ങിയത്. 2013-ലാണ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന CC വെർഷനുകളുടെ ആരംഭം. 2017 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ CC 2018 ഇന്ന് ഏറ്റവും പുതിയ വെർഷൻ. നന്ദി, നമസ്കാരം.